അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 6 ഞായറാഴ്ച. ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ജമ്മു കാശ്മീരിൽ BJPക്കും കോൺഗ്രസിനും തുല്യ വിജയസാധ്യതയും മുന്നോട്ട് വെച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളെല്ലാം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ മികച്ച മാർജിനിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചിക്കുന്നത്. എന്നാൽ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ചില സർവേകൾ മുൻതൂക്കം പ്രവചിക്കുമ്പോൾ മറ്റു ചില സർവേകൾ BJP സഖ്യത്തിനും തൂക്കുസഭയിലേക്കുമുള്ള സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്നു. നിലമ്പൂർ MLA PV അൻവർ ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്ത്. BJPയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന മുന്നണിയെന്ന നിലയിലാണ് DMKയെ കണ്ടതെന്നും പാർട്ടി രൂപീകരിച്ച് മുന്നണിയുമായി സഹകരിക്കാൻ ചർച്ച നടത്തിയെന്നുമാണ് വിവരം. എന്നാൽ മുന്നണിയിൽ ചേരുന്നതിനെക്കുറിച്ച് അൻവർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇതിനിടയിൽ PV അൻവർ DMKയിലേക്കെന്ന സൂചനകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മഞ്ചേരിയിൽ വെച്ച് ഇന്ന് നടത്താൻ തീരുമാനിച്ച നയവിശദീകരണ യോഗം തീരുമാനിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് PV അൻവർ MLA. മറിച്ചുള്ള പ്രചരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ കാതലായ മാറ്റം വരണമെന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാവണം ഭരണവും നിയമങ്ങളുമെന്നും അത്തരമൊരു രാഷ്ട്രീയമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അൻവർ പറഞ്ഞു. യോഗത്തിൽ വെച്ച് പാർട്ടി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നായിരിക്കും പാർട്ടിയുടെ പേരെന്നുമാണ് സൂചന. പാർട്ടിയിലേക്ക് വരുന്നവർക്ക് അമിത പ്രാധാന്യം നൽകരുതെന്നാണ് അൻവർ നൽകിയ പാഠമെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ. പിന്തുണയുണ്ടെന്ന് PV അൻവർ MLA അവകാശപ്പെടുന്ന കണ്ണൂരിലെ CPM നേതാവിന്റെ പേര് അൻവർ വെളിപ്പെടുത്തണമെന്നും AK ബാലൻ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം. ഒരു ദിവസം പരമാവധി 80,000 പേർക്കാണ് ദർശന സൗകര്യം ലഭിക്കുക. തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇറങ്ങി. ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ DGPയാണ് അന്വേഷിക്കുക. പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും. മറ്റു വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്നത് ഇന്റലിജൻസ് ADGPയും അന്വേഷിക്കും. പ്രത്യേക അന്വേഷണ സംഘങ്ങളിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന കാര്യം തീരുമാനിക്കാൻ DGPയെ ചുമതലപ്പെടുത്തി. പൂരം കലക്കൽ മാത്രമല്ല, ശബരിമല സ്ത്രീ പ്രവേശനവും അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത് പോലീസിന്റെ സഹായത്തോടെയായിരുന്നുവെന്നും യുവതികളെ കയറ്റിയതിന് പിന്നിൽ പോലീസിന്റെ ഗൂഢാലോചനയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. MR അജിത് കുമാർ ADGP സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് ആവർത്തിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എന്നാൽ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആ വാക്കുകളെ മാനിക്കാൻ CPIക്ക് രാഷ്ട്രീയ കടമയുണ്ടെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ LDF സർക്കാർ കൃത്യമായി നിലപാടെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. CPMലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെ വിമർശനവുമായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരൻ. പിണറായി വിജയന് 75 വയസ്സ് കഴിഞ്ഞുവെന്നും ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെയെന്നും ഈ ചട്ടം ഇരുമ്പുലക്ക ഒന്നുമല്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. 75 വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണമെന്നും G സുധാകരൻ ആവശ്യപ്പെട്ടു. 75 വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കണമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ വയസ്സായതുകൊണ്ട് സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും G സുധാകരൻ ചോദിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെതിരായ മഞ്ചേശ്വരം കോഴക്കേസിലെ വിടുതൽ ഹർജി CPM BJP ബാന്ധവത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. കേസിൽ സർക്കാർ ആവശ്യമായ വാദമുഖങ്ങൾ ഉന്നയിച്ചില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പ്രോസിക്യൂഷന്റെ നിലപാട് എന്തായിരുന്നുവെന്നും ചോദിച്ചു.
മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ CPM തന്നെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടാൻ ശ്രമിച്ചുവെന്നും പക്ഷേ സത്യം ജയിച്ചുവെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. തനിക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സർക്കാർ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുനർജനി തട്ടിപ്പ് അന്വേഷിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. നടൻ സിദ്ദിഖിനെ അന്വേഷണ സംഘം നാളെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിദ്ദിഖിന് നോട്ടീസ് നൽകി. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിനെത്തണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ AC-യാണ് നോട്ടീസ് നൽകിയത്. വിവാദങ്ങൾക്ക് വിരാമമിട്ട് കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബവും ലോറി ഉടമ മനാഫും തമ്മിലുള്ള തർക്കം ഒത്തുതീർന്നു. കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് മനാഫ് ഉറപ്പു നൽകി. ഇരു കുടുംബാംഗങ്ങളെയും ഒന്നിച്ചിരുത്തി നടത്തിയ മധ്യസ്ഥ ചർച്ചയെ തുടർന്നാണ് പ്രശ്നം രമ്യമായി പരിഹരിച്ചത്. റേഡിയോ വാർത്താ അവതരണത്തിൽ പുത്തൻ മാതൃക സൃഷ്ടിച്ച കൗതുക വാർത്തകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ആകാശവാണി മുൻ വാർത്താ അവതാരകൻ M. രാമചന്ദ്രൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. വൈദ്യുതി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരിക്കെയാണ് രാമചന്ദ്രൻ ആകാശവാണിയിൽ എത്തുന്നത്. കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നു. ഇടുക്കിയിലും മലപ്പുറത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. വിധിയിൽ പിഴവില്ലെന്ന് വ്യക്തമാക്കി ഇലക്ട്രൽ ബോണ്ട് വിധിയിലെ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി. ഇതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയ സുപ്രീംകോടതി വിധി നിലനിൽക്കും. ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് നേരത്തെ വിധി പറഞ്ഞത്. അഭിഭാഷകനായ മാത്യു നെടുമ്പാറ നൽകിയ ഹർജിയാണ് തള്ളിയത്. സവർക്കറെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഒക്ടോബർ 23-ന് നേരിട്ട് ഹാജരാകണമെന്ന് പൂനെ പ്രത്യേക കോടതി ഉത്തരവിട്ടു. 2023 മാർച്ച് 5-ന് രാഹുൽ ലണ്ടനിൽ വെച്ച് നടത്തിയ പരാമർശത്തിന് എതിരെ സവർക്കറിന്റെ കൊച്ചുമകൻ സത്യകി സവർക്കറാണ് കോടതിയെ സമീപിച്ചത്. പശ്ചിമ ബംഗാളിൽ 4-ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് മടങ്ങിവരികയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഗംഗാ നദിയുടെ തീരത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സൗത്ത് 24 പർഗാനാസിലാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി എത്തിയ ആൾക്കൂട്ടം അക്രമാസക്തരായി ഒരു പോലീസ് ക്യാമ്പ് ആക്രമിക്കുകയും തീയിടുകയും ചെയ്തതായാണ് വിവരം. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പരാജയപ്പെട്ടുവെന്നും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്നും BJP ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ക്ഷേത്രം പണിത മഹാരാഷ്ട്രയിലെ BJP പ്രവർത്തകൻ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി പാർട്ടി വിട്ടു. പാർട്ടിയിൽ നിന്ന് കടുത്ത അവഗണനയും അപമാനവും നേരിടുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് പൂനെ അന്ത് മേഖലയിലെ മയൂർ മുണ്ടെ പാർട്ടി വിട്ടത്. സൈന്യത്തെ സഹായിച്ചുവെന്നാരോപിച്ച് ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയിലെ ബർസലോഗ പട്ടണത്തിൽ അൽഖ്വയ്ദയുമായി ബന്ധമുള്ള ഭീകരവാദികൾ 600ഓളം പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. കിടങ്ങുകളിൽ നിരത്തി നിർത്തിയായിരുന്നു വെടിവെപ്പെന്നും കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന് ബർസലോഗോ നിവാസികൾ സംരക്ഷണ കിടങ്ങുകൾ കുഴിക്കുന്നതിനിടെയായിരുന്നു ആക്രമണമെന്നും കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ ആദ്യം തകർക്കേണ്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ കേന്ദ്രം ആക്രമിക്കുന്നതിനെതിരെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പരാമർശം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെ പിൻഗാമിയായി തെരഞ്ഞെടുത്ത ഹാഷിം സഫൈദിനെയും ഇസ്രായേൽ വധിച്ചതായി റിപ്പോർട്ടുകൾ. ബൈറൂത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 250 ഹിസ്ബുള്ളക്കാർ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിച്ചിരുന്നു. അതിൽ സഫൈദീനും ഉൾപ്പെട്ടതായാണ് വിവരം. ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ 3 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഗ്വാളിയാറിലെ മാധവ് റാവു സിന്ധ്യ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7-നാണ് ആദ്യ 2020 മത്സരം. നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ, മായങ്ക് യാദവ് എന്നിവരാണ് ടീമിലെ പുതുമുഖങ്ങൾ. പരിചയസമ്പന്നരായ ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, അർഷ്ദീപ് സിംഗ് എന്നിവരും ടീമിനൊപ്പമുണ്ട്. മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം മലയാളി താരം സഞ്ജു സാംസൺ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.